everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രണയത്തിലാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ കൊണ്ടാണ്. കാരണം ഓരോ ആളുകളും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് മാം ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ ആ കേസ് കേൾക്കുന്ന സമയത്ത് വളരെ നോർമൽ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക. പക്ഷേ അവരോരോ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിൽ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങളൊരു വ്യക്തിയെ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എത്ര കാലമാണോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത്രയും നാൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനായിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. നിങ്ങളൊരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടമായിരിക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആയിരിക്കാം. എസ്പെഷ്യലി ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ചിലപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈൽ അടിപൊളിയായി തോന്നിയിട്ടുണ്ടായിരിക്കും, അവരുടെ ഫേസ് വളരെ ഭംഗിയായി തോന്നിയിട്ടുണ്ടായിരിക്കാം, അവരുടെ സ്മൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കണ്ണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അവർക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ടാണ് നിങ്ങൾക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നിയതെന്ന് വിചാരിക്കാം. ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ആ വ്യക്തിയെ കൂടുതൽ പരിചയപ്പെടാതെ അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കാതെ പെട്ടെന്ന് പോയി പ്രണയം തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരോട് പറയുകയാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പിന്നീട് അവരുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ടൈം ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിയുന്ന സമയത്തായിരിക്കും ചില കേസുകളിൽ എന്തുണ്ടായിരിക്കുക, ഒട്ടും മാച്ചിങ് അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കാം. അത് ഇൻ കേസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഓൾറെഡി പ്രണയം പറഞ്ഞ് പിന്നീട് അത് ബ്രേക്കപ്പ് ആവുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കിയതിനു ശേഷം പ്രണയം തുറന്നു പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു അല്ലെങ്കിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, സ്വാഭാവികം എന്ന് വിചാരിക്കുക. പക്ഷെ ആ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന ആ ഒരു മാത്രയിൽ തന്നെ പെട്ടെന്ന് പോയി പ്രണയം പറയുന്നുണ്ടെങ്കിൽ അത് ചില കേസുകളിലൊക്കെ ആയിരിക്കും ഓക്കെ വരിക, എല്ലാ കേസുകളിലും ഓക്കെ ആയി വരും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറെ കൂടി പ്രാക്ടിക്കലായി നോക്കുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷം പ്രണയം തുറന്നു പറയുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലാണ് എന്ന് കരുതി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തീരെ സ്പേസ് നൽകാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ചില കേസുകളിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയത്തിലാണ്, ഞങ്ങൾ കമ്മിറ്റഡ് ആണ്, ഈ ഒരു കാരണം കൊണ്ട് ഒട്ടും തന്നെ പേഴ്സണൽ സ്പേസ് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടിച്ചു കയറിക്കൊണ്ടുള്ള ഓരോ അവരുടെ കാര്യങ്ങൾ കൂടി ഇവർ തീരുമാനിച്ചുകൊണ്ട് ഞാൻ ചെയ്തോളാം, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലേ, അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ ചെയ്യാം, ഇത്തരത്തിൽ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം, അവരുടെ സ്പേസ് അവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അത് പ്രണയത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രണയത്തിലാണ് എന്ന് കരുതി ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. എന്നോട് തുറന്നു പറയാത്ത ഒരു കാര്യവും അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വാശിയൊക്കെ ഉണ്ടെങ്കിൽ അതും പലപ്പോഴും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യാറുണ്ട്. കാരണം ഓരോ വ്യക്തികളും ഡിഫറെന്റ്
ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകളുടെ ചിന്താഗതിയും ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകൾക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിന് വേണ്ടിയിട്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇവിടെ ഓർമ്മിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയതിനു ശേഷം പ്രണയത്തിലായി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ പ്രണയം തുറന്നു പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ഉണ്ടാകുന്ന കേസുകളിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ വരാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തിയെ പ്രണയിക്കുന്നു എന്ന് കരുതി ആ വ്യക്തി എന്നോട് എല്ലാ കാര്യവും തുറന്നു പറയണം, എന്നോട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്നോട് പറയാത്തതായി ഒരു കാര്യവും ഉണ്ടാവരുത് എന്ന രീതിയിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അതും പലപ്പോഴും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യും. നെക്സ്റ്റ്, പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് മടുപ്പായി മാറുന്നത് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനായി മാറുന്നത് ഈ പറയാൻ പോകുന്ന ഈ കാര്യം കൊണ്ടാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം. എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ലൈഫിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് അത് ചെയ്യാൻ പാടൂ എന്നൊരു തരത്തിലുള്ള ഒരു വാശി. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുമായിരിക്കും. ഓക്കെ, പഠിച്ചോളൂ, ഞാനും കൂടെ വേണം. അല്ലെങ്കിൽ പുറത്തൊന്ന് ഔട്ടിങ്ങിന് പോവുമായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോവുമായിരിക്കും. ഇങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരുമിച്ച് വേണം, അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് പോകും. ഇത് രണ്ടാണെങ്കിലും പ്രശ്നം തന്നെയാണ്. കാരണം എല്ലാ വ്യക്തികളും അവനവന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതായത് ഒറ്റയ്ക്കിരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം തനിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തനിച്ച് ചെയ്യണം. ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനും എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഫീൽ ചെയ്യണം, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള യാതൊരുവിധ സ്പേസും കിട്ടാതെയാണ് ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ളത് എന്നുണ്ടെങ്കിൽ അതും ഒരു റിലേഷൻഷിപ്പിനെ ബുദ്ധിമുട്ടായി വരാറുണ്ട്. കാരണം അവിടെ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാനൊരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെ ചെയ്യാവൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കാറുണ്ട്. ഒരു വ്യക്തിയുമായി പ്രണയത്തിലായി കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം ഇതാണ്. നെക്സ്റ്റ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വിളി പ്രതീക്ഷിച്ചുകൊണ്ട് അവരൊരു കോൾ ചെയ്യും അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യും എന്ന ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് അവരെന്നെ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചില്ലല്ലോ, അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ എന്നൊരു പരാതി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ. ഒരു കാര്യവും ചെയ്യാതെ ആ ഒരു കാര്യത്തിൽ തന്നെ ചിന്തിച്ച് അതിനെ തന്നെ കംപ്ലൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ലോസ് ആയി പോകുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതെ ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കോൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചില്ല, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപക്ഷെ അവർ കരിയറിൽ ഫോക്കസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ചില സമയങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചില കേസുകളിൽ പറയാൻ പറ്റാത്തതായിട്ടുണ്ടായിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലല്ല പറയുന്നത്. പക്ഷേ പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അതായത് എന്നെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മെസ്സേജ് അയക്കുന്നില്ല, എന്നെ ഒട്ടും കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ സമയത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ വ്യക്തി എന്ത് ചെയ്യും? ഓക്കെ, എനിക്കതൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈനിങ് എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടന്ന് ഇവരുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ചില സമയത്ത് ഇവർക്ക് ജോലിയുള്ള ആളുകളായിരിക്കാം, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സെൽഫ് കെയർ നോക്കാതെ ഇങ്ങനെ ആ ഒരു വിളിയും പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അവിടെ നഷ്ടമാവുന്നത്. മാത്രമല്ല അവരാണ് ഇമോഷണലി ആ ഒരു പെയിൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ ലൈഫിൽ അവരുടെ സെൽഫായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ
തീർച്ചയായിട്ടും ശ്രമിക്കുക. ഫൈനലി, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആകുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വേദനയായി മാറാറുണ്ട്. കാരണം ആ വ്യക്തി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ അങ്ങനെ മാറേണ്ടി വരാം. അതായത് ചിലപ്പോൾ നിങ്ങളെ വിട്ട് കുറച്ച് ദൂരേക്ക് പോവേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് വിചാരിക്കുക. ഈ സമയത്ത് നിങ്ങൾ അൺഹാപ്പി ആയി മാറുന്നു, അവർ നിങ്ങളോടൊപ്പം ഇല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാമിലീസ് ഉണ്ടായിരിക്കും, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ചുറ്റ്. പക്ഷെ നിങ്ങൾ അതിലൊന്നും ഒരു ഹാപ്പിനെസ്സും കണ്ടെത്താതെ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ആരാണോ ഒതുങ്ങി പോകുന്നത് ആ വ്യക്തിയാണ് കൂടുതലായിട്ട് പെയിൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് ആ വ്യക്തിയിൽ മാത്രമാണ് എന്ന രീതിയിൽ ഒരിക്കലും പെരുമാറരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമാണ് ഹാപ്പിനെസ് എന്ന രീതിയിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ആബ്സെന്റ് ലൈഫിൽ ഏതെങ്കിലും ഒരു കുറച്ച് നിമിഷത്തേക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ പലപ്പോഴും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റക്കായി പോകും, അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. അതുകൊണ്ട് തന്നെ ലൈഫിലെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഹാപ്പിനെസ് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ആയിരിക്കണം. സോ തീർച്ചയായും നിങ്ങളൊരു വ്യക്തിയുമായി ഇഷ്ടത്തിലായാൽ അല്ലെങ്കിൽ പ്രണയത്തിലായാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് നെഗറ്റീവായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊന്നും ചെയ്യാതിരിക്കുക. തീർച്ചയായും ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.